4 OTT പടങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. ഇതിലുള്ള പടങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും. അവിടെ ഞാൻ കുറച്ച് താമസിച്ച് പോയി. എന്നാലും ഒന്ന് പറയാം. ആദ്യത്തെ പടം ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യുന്ന സുന്ദർ സി ഡയറക്റ്റ് ചെയ്ത അരമന 4. എന്തോ ഭാഗ്യം. അരമന 1, അരമന 2, അരമന 3 ഇത് മൂന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ഇതാണ് കാണുന്നത്. ഇത് തിയേറ്ററിൽ 100 കോടി അടിച്ച പടമാണല്ലോ. അപ്പോൾ എന്തെങ്കിലും കാണുമല്ലോ എന്നും പറഞ്ഞിരുന്ന് കണ്ടതാണടേ. പേടിപ്പിക്കാൻ വന്ന സീനുകളൊക്കെ കോമഡിയായിട്ട് വരുന്ന സീനുകൾ കണ്ട് പേടിച്ച ഒരു സിനിമ. ഇത് സുന്ദർ സിയെ ഞാൻ കൂടുതലൊന്നും പറയില്ല, കാരണം നമുക്ക് അൻപേശ് പോകുന്നൊരു പടം പുള്ളി തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്തൊരെണ്ണാ ചെയ്തു വച്ചിരിക്കണത്. ഇപ്പോൾ കോക്കണ്ണം പറയും പോലത്തെ ഒരു മലം കൊള്ളിട്ട സാധനം. ഒരു 2 പേര് കാട്ടിൽ അകപ്പെടുമ്പം അവിടെ ചെറിയ പ്രേതത്തിൻ്റെ മിന്നലാട്ടങ്ങൾ, ഏറി പറന്ന് നടക്കുന്ന പാമ്പ്, ഇങ്ങനത്തെ കുറേ ഭീകര ഒരു എന്താ പറയുക, ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ള സംഭവങ്ങൾ ഒരുത്തനും ഫീൽ ചെയ്യുന്നു. തിരിച്ച് വരുമ്പോൾ മറ്റവനെ കാണുന്നില്ല. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്യാമറ വഴിയിലിട്ടിരിക്കുകയാണ്. ദുരൂഹ സാഹചര്യത്തിൽ അതിനകത്ത് നോക്കുമ്പോൾ ഒരു വിഷ്വലും കാണുന്നു. സ്വാഭാവികമായിട്ട് അവൻ എന്ത് ചെയ്യും? അവൻ എവിടെയുണ്ടെന്ന് അന്വേഷിക്കും. അവൻ എന്തോ അപകടം പറ്റിയെന്ന് മനസ്സിലാക്കും, അല്ലേ? അങ്ങനെ ആയിരിക്കുമല്ലോ. അത് നട്ടപ്പാതിരാക്കിയാണ് ഈ സംഭവം നടക്കുന്നത്, കൊട്ടും കാട്ടിൽ. ഞാൻ നോക്കിയപ്പോൾ അടുത്ത സൈഡിൽ അവൻ പോയി വീട്ടിൽ നിന്ന് വെട്ടി ഒഴുകിയിട്ട് അവിടെ ഇത് കോമഡിയും കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അമ്പലത്തിൽ പോയി ഉത്സവമൊക്കെ കൊണ്ട് അങ്ങനെ ഇതിലുള്ള സീനുകൾ എടുത്ത് പറഞ്ഞാലും തീരൂല. ഞാൻ വേറെ ഒരു പ്രേതമുണ്ട് കേട്ടോ, പ്രൊട്ടക്റ്റ് ചെയ്യാനെന്നും പറഞ്ഞുകൊണ്ട്. അതാണ് പുള്ളിയുടെ എയിം, പ്രൊട്ടക്റ്റ് ചെയ്തിട്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മറ്റേ എന്നുള്ള ശബ്ദം ഉണ്ടാക്കിയിട്ട് പിള്ളേരെ പേടിപ്പിക്കുന്നതാണ് ഈ പ്രേതത്തിൻ്റെ പരിപാടി. പിന്നെ വേറൊരു ഗതികെട്ടാത്ത ഒരു പ്രേതമുണ്ട്, കൂക്കെന്ന അങ്ങനെ എന്തോ ഒരു പേരും പറഞ്ഞിട്ട് ഒരു സാധനം. അത് മുട്ട കോമഡി പീസ്. ഇങ്ങനെ ഒരു ലോഡ് കോമഡി പീസ് പ്രേതങ്ങളുള്ള ഒരു പടം. അതിനിടയ്ക്ക് കോവൈ സാരള, VTV ഗണേശ്, യവന്മാരൊക്കെ എല്ലാവരെയും കുറേ വളിപ്പ് വെറുപ്പിരി പണ്ടാറടക്കിയ സാധനങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് വന്നു പോകുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ തിയേറ്ററിൽ ഓടിയെന്ന് എനിക്കറിഞ്ഞുണ്ട്. ഇതുപോലത്തെ പടങ്ങളൊക്കെ വീണ്ടും ഓടണമുണ്ടാണ് ഈ സാധനങ്ങളൊക്കെ വീണ്ടും യവന്മാർ ചെയ്യാൻ വേണ്ടി തയ്യാറാവണത്. നമ്മുടെ ഹിപ്പ് ഹോപ്പ് തമിഴയാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് വന്ന ഒരു പാട്ട് അത് കൊള്ളായിരുന്നു. അത് ഓൾറെഡി ഹിറ്റായ പാട്ടായിരുന്നു. ഇടയ്ക്കൊരു പാട്ട് പറഞ്ഞിട്ടുണ്ട്, ജോ 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 ജോ. അതിൻ്റെ തന്നെ വേറെ വെറുപ്പിക്കൽ വർഷം പിന്നെയും വരുന്നുണ്ട്. ഇങ്ങനെ കുറേ പറഞ്ഞാലും തീരില്ല. കണക്കിന് സാധനങ്ങളുണ്ട് ഇതിൽ. ഞാനിതിൻ്റെ ഒരു റോസ്റ്റ് ചെയ്യാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഫിൽമി ഷെക്ക്, റീലോഡ് റോസ്റ്റ്, ഈ ചാനലിലൊക്കെ ഓൾറെഡി അവന്മാർ വലിച്ച് കീറി വെച്ചിട്ടുണ്ട്, എടുത്തിട്ട് അലക്കിയത്. ഈ തമന്ന മരിക്കുന്ന ഒരു ഇമോഷണൽ സീനുണ്ട്. അപ്പോൾ ഇതിൻ്റെ അമ്മപ്പാസം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു അമ്മപ്പാസം ഞാൻ വേറെ കണ്ടിട്ടില്ലേ. അതിൻ്റെ റീലൊക്കെ ഓൾറെഡി കുറേ ട്രോളൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. നിങ്ങളിതൊക്കെ ഓൾറെഡി കണ്ടാണ്. അപ്പോൾ ഞാനിനി ഇത് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെപ്പറ്റീഷനായി പോകും. അവസാനം അവൻ്റെ ഒന്ന് കോപ്പി അടിച്ചല്ലാതെ അത് നിങ്ങൾ എന്നെ ചോദിക്കും. അതുകൊണ്ട് ഇതിൻ്റെ റോസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടും. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഞാൻ ഇടാം. ഹിഗിറ്റ സൈന OTTയിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഹേമന്ത് G നായർ, ധ്യാൻ ശ്രീനിവാസൻ്റെ മാലപ്പടക്കം പൊട്ടിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എപ്പോഴോ വന്നിട്ട് പോയ ഒരു സിനിമയാണ് ഹിഗിറ്റ. ഇതെവിടെയോ ഈ ഒരു പേര് ഞാൻ ഒരു സിനിമ എന്ന നിലയ്ക്ക് കേട്ടിട്ടുണ്ട്, പക്ഷേ എപ്പോഴാണ് ഒരു പിടുത്തവും കിട്ടില്ല. സിനിമ കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകം, ഫ്രഷ് സബ്ജക്റ്റാണ് ഡീൽ ചെയ്തിരിക്കുന്നത്. അത് എന്തിനാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. 2.5 മണിക്കൂർ ഇട്ട് വലിച്ച് നേടുക്കി ഇതൊരു 10 നാടകീയ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു സിനിമ എടുത്ത് വെച്ചിരുന്നു. ഒട്ടും റിയലിസ്റ്റിക് ആയിരിച്ചില്ല. ഈ രാഷ്ട്രീയ കൊലപാതകം പരിപാടിക്ക് വരുമ്പം അറ്റ്ലീസ്റ്റ് ഒരു ആവറേജ് പടമാണെങ്കിൽ പോലും അതിൽ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് അത് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഭയങ്കര നാടകവും പോലെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള സീനുകളും പരിപാടികളൊക്കെ തന്നെ. ധ്യാൻ്റെ കേസ് പിന്നെ പറയണ്ട, എല്ലാ പടത്തിലും ധ്യാൻ ഉണ്ട്, അതുപോലെ ഈ പടത്തിലും അഭിനയിച്ചു പോയിട്ടുണ്ട്. സൂരാജിന് വലിയൊരു നല്ലൊരു റോളാണ് കൊടുത്തിരിക്കുന്നത്, മസിൽ പിടിച്ച റോളാണ്. പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ മനോജ് കെ ജയനുണ്ട്. മനോജ് കെ ജയൻ്റെ ക്യാരക്ടർ എന്തിനാണ് ഇതിൽ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇന്ദ്രൻസ് ഉണ്ട്, ഒരു മൂത്ത താത്വിക ആചാര്യൻ, എന്തൊക്കെയോ പരസ്പര ബന്ധമില്ലാതൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പിന്നെ ബിനു പപ്പു എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. വിനീത് കുമാറിനെ കാണാനും ഇതൊരു അടിപൊളിയായിരുന്നു കേട്ടോ. അതൊക്കെയാണ് എനിക്ക് കൊള്ളാമെന്ന് തോന്നിയത്. വിനീത് കുമാറിൻ്റെ പെർഫോമൻസ്, 1-2 സീനുകളൊക്കെ ചിലതൊക്കെ കൊള്ളായിരുന്നു. മൊത്തത്തിൽ ഇത് വന്ന് നോക്കുമ്പം ഇത് നമുക്ക് പുറത്തുള്ള ആരെയൊക്കെയോ വച്ചിട്ട് അവരെ ഉദ്ദേശിച്ചാണ് സിനിമ എടുത്ത പോലെ പലപ്പോഴും തോന്നുമെങ്കിലും അവിടെ ഒരു ഇത് പിടിച്ച് പോകുമ്പോൾ പിന്നെ ഇത് ഫ്ലിപ്പായി വേറെ ഒരു സാധനം പറയും. അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയും. പിന്നെ കുറേ അവസാനമൊക്കെ ട്വിസ്റ്റ് വരുന്നുണ്ട്. അതെന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായിട്ട്. എന്താണ് ഇവർ ഈ സിനിമ കൊണ്ട് കൺവേ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നതെന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ഓവറാൾ ഭയങ്കര ഒറ്റ സ്ട്രെച്ചിലൊന്നും കണ്ടു തീക്കാത്ത, പതുക്കെ നിർത്തി കണ്ടു തീർത്ത ഒരു സിനിമയായിരുന്നു ഹിഗിറ്റ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണാം.
മൂന്നാമത്തെ പടം പ്രൈം വീഡിയോയിൽ സ്ട്രീം ചെയ്യുന്ന മൈദാൻ. എ ആർ റഹ്മാനാണ് മ്യൂസിക്, അമൃത് രവീന്ദ്രനാഥാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. കീടു പടം. ഇങ്ങനത്തെ പടങ്ങളൊക്കെ 8 നിലയിൽ തിയേറ്ററിൽ പൊട്ടിച്ചു കൊടുക്കും. എന്നിട്ട് പറയും ബോളിവുഡ് ചത്ത് കിടക്കണേ എന്ന് പറയും. എന്തൊരു പടം ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നു. ഓരോ സീനും അത്രയ്ക്കും ഗൂസ് ബംസ്, കണ്ണുനീര്, സ്ട്രഗിള്, ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അത് അത്രയ്ക്കും അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ റഹീം സാബ് ഇന്ത്യയുടെ ഫുട്ബോളിൻ്റെ സുവർണ്ണ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത് അദ്ദേഹം കോച്ചായിരുന്ന സമയമാണ്. അതെന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അദ്ദേഹം ഒരു 10 വർഷം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ ഫുട്ബോൾ ഏത് ലെവലിലേക്ക് മാറുമായിരുന്നു എന്നുള്ളതും എന്തുകൊണ്ട് ഇവിടെ ഗതി പിടിക്കാതെ ഈ സാധനം ഇങ്ങനെ കിടക്കുന്നു എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഈ സിനിമ കാണുമ്പം നമുക്ക് ബോധ്യമാവും. പ്രിയാമണി അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രം നല്ലൊരു ക്യാരക്ടറായിരുന്നു പ്രിയാമണിയുടെ. ഐ ആം പാസ്ഡ് അവേ ഇൻ ഇംഗ്ലീഷ് എക്സാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇംഗ്ലീഷ് മിസ്റ്റേക്ക് പറയുന്നതൊക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. തുഷാർ കാന്തി റായ്, ഫ്യോദോർ ലിയാസ്, ഇവർ രണ്ടുപേരും സിനിമാറ്റോഗ്രാഫർ. അതിൽ ഈ രണ്ടാമത് പറഞ്ഞ പുള്ളിക്കാരെ സ്പോർട്സാണ് ചെയ്യുന്നത്. സ്പോർട്സൊക്കെ എന്ത് പക്കായിട്ട് അത് ഓരോ കാലഘട്ടം കഴിയുമ്പോഴും ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെയും ആ ആംബിയൻസിൻ്റെ മാറ്റമൊക്കെ അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല അജയ് ദേവ്ഗണിൻ്റെ ഓരോ കാലം കഴിയുന്നതും പുള്ളിയുടെ രൂപത്തിൽ വരുന്ന മാറ്റങ്ങളൊക്കെ ഭയങ്കര കൺവിൻസിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഒരാളുടെ മാത്രമാണ് ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രമുണ്ട്. അങ്ങേര് മാത്രം ഒരു കഷണ്ടിയൊക്കെ മറ്റേ പപ്പടം ഒട്ടിച്ചിരിക്കുമ്പോൾ കഴിയണം. അങ്ങേർക്ക് വയസ്സൊന്നും ആവില്ല. അയാൾ ജനിച്ച മുതൽ ഈ കഷണ്ടി വെച്ചിട്ട് ആ ഒരു ലുക്കിൽ തന്നെ. അത് മാത്രം ഒരു നെഗറ്റീവായിട്ട് തോന്നി. അത് മാത്രം ഇടയ്ക്ക് കുറച്ച് സീനുകളൊക്കെ ഓവർ ഡ്രാമാറ്റിക്കായി പോയതുപോലെയും അങ്ങനെ കുറച്ച് ഓവറായിട്ട് ഇടയ്ക്ക് കുറച്ച് ലാഗ് ഒക്കെ തോന്നിയെങ്കിൽ പോലും അവസാനം ക്ലൈമാക്സ് ഒക്കെ നല്ല ഗൂസ് ബംസ് ആയിരുന്നു. ത്രൂ ഔട്ട് എൻജോയ് ചെയ്ത് ഒറ്റ സ്ട്രെച്ചിൽ 3 മണിക്കൂർ ഉള്ള സിനിമ കണ്ട് തീർക്കാൻ പറ്റി. അത് നിങ്ങൾ മിസ്സാക്കരുത് കേട്ടോ. മസ്റ്റ് വാച്ച് സാധനമാണ് മൈദാൻ. അത്രയ്ക്ക് ഒരു ഫീൽ ഗുഡ്, ഒരു പ്രൗഡ്. എന്നാൽ ഇതിൽ നടക്കുന്ന പല കാര്യങ്ങളും ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എസ്പെഷ്യലി നമ്മളതൊരു ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ കഥയാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ നമുക്ക് പറ്റുമോ എന്നുള്ളത് നമ്മൾ അതിശയത്തോടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി കിടിലം മനുഷ്യനായിരുന്നു റഹീം സാബ് എന്ന് പറഞ്ഞ സയ്യിദ് റഹീം. അദ്ദേഹത്തിന് അർഹിക്കുന്ന രീതിയിലൂടെ ആർക്കും അറിയത്തുമില്ല പുള്ളിക്കാരൻ. എനിക്കും അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു. അയാൾ ഇന്ന കാര്യങ്ങൾ രാജ്യത്തിന് വേണ്ടിയിട്ട്, ഇന്ത്യൻ ഫുട്ബോളിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അത് അറിയപ്പെടേണ്ട, അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. അത് വളരെ നീറ്റായിട്ട് ആ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു മസ്റ്റ് വാച്ച് പടമാണ്. പ്രൈം വീഡിയോയിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. അജയ് ദേവ്ഗൺ സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇമോഷണൽ രംഗങ്ങളൊക്കെ പുള്ളി വേറെ ലെവലായിരുന്നു. ഒക്കെ തന്നെ ഇവിടുത്തെ പൊളിറ്റിക്സും അവിഞ്ഞ പരിപാടികളൊക്കെ. കുറേ ദിവസത്തിന് ശേഷം എ ആർ റഹ്മാൻ്റെ സ്കോറുകളും പാട്ടുകളും അടിപൊളിയായിരുന്നു കേട്ടോ. കുറേ ദിവസത്തിന് ശേഷം പുള്ളി അത്രയും നന്നായിട്ട്, കുറേ ദിവസമൊന്നുമില്ല, ആടുജീവിതത്തിൽ ഓക്കെ അടിപൊളിയായിരുന്നു. അതുപോലത്തെ ഒരു സിനിമയ്ക്ക് ചേർന്ന ഒരു അടിപൊളി ഒരു സ്കോർ റഹ്മാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. മധുർ മിറ്റൽ പുള്ളിക്കാരൻ നമ്മുടെ 800 സിനിമയിൽ മുത്തയ്യ മുരളീധരനായിട്ട് വന്ന പുള്ളി ഒരു വേഷം ചെയ്തിട്ടുണ്ട്. അഭിനയിച്ചിട്ടുണ്ട്, എല്ലാവരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഭയങ്കര റിയലിസ്റ്റിക് ആയിരുന്നു. നല്ല വലിയ ബഡ്ജറ്റിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിരുന്ന പടമാണ്. ഇത് എന്താണ് തിയേറ്ററിൽ പരാജയപ്പെട്ടതെന്ന് എനിക്കറിയാം. ഇതിനു മുമ്പ് 83 എന്നൊരു സിനിമ ഉണ്ടായിരുന്നു. അത് ഞാൻ 2 പ്രാവശ്യം തിയേറ്ററിൽ കണ്ട പടമാണ്. 83 ഇന്ത്യയുടെ വേൾഡ് കപ്പ്. വിശ്വസിക്കാൻ പറ്റാത്ത സാധനമായിരുന്നു. അതും പൊട്ടിച്ചു കൊടുത്ത ഇണവന്മാർ. എന്തിന് പറയാറുണ്ട്. ഒരു നൊടി പ്രൈം വീഡിയോയിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. ബി മണിവർണ്ണനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. തമൻ കുമാർ എന്നൊരാളാണ് ലീഡ് റോൾ ചെയ്തിരിക്കുന്നത്. അഭിനയം പോരാ, ഭയങ്കര റെഡിയായിട്ട് വന്നാലേ കൊള്ളാവൂ. MS ഭാസ്കർ ഒരു പ്രധാന റോളിലുണ്ട്. പുള്ളിയെ പിന്നെ അറിയാമല്ല, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ പോകണം, പതുക്കെ സ്ലോയിലാണ് പോണത്, ഇടയ്ക്കൊക്കെ വലിയുന്നുണ്ട്. അങ്ങനെ പോയി അവസാനം ഇതിൻ്റെയൊക്കെ ചുരുളുകൾ അഴിയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അവസാനം ക്ലൈമാക്സ് ഇങ്ങനെ ആയിരിക്കുമെന്ന് ഒരുത്തനും പ്രഡിക്റ്റ് ചെയ്യില്ല. എത്രയൊക്കെ നമ്മൾ നോക്കിയാൽ ഇതായിരിക്കും സംഭവം, അതായിരിക്കും, ഒരുത്തരും പ്രഡിക്റ്റ് ചെയ്യില്ല. ആരും പ്രതീക്ഷിക്കാത്തൊരു വില്ലൻ. ആ ഒരു മൊമെൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സിനിമയിൽ. ആ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് സിനിമ കാണാം എന്നുള്ളതാണ്. പക്ഷേ ഈ സാധനം തന്നെ ചിലർ പിന്നെ ഭയങ്കരമായിപ്പോയി കേട്ടോ, ഭയങ്കര ട്വിസ്റ്റ്, ഭയങ്കര കണ്ടുപിടുത്ത എന്നൊക്കെ ആണെങ്കിൽ ചിലർക്ക് തോന്നാം. ഇതിൻ്റെയൊക്കെ ഈ അവസാനത്തെ ചുരുള കഴിഞ്ഞു പറഞ്ഞ സമയത്ത് അച്ചായിരിക്കും എന്ന് തോന്നാം. പക്ഷേ ചിലർക്ക് തോന്നാം ഇങ്ങനെ സംഭവിക്കാം, ഇങ്ങനെ സംഭവിച്ചേക്കാം, അങ്ങനെ സംഭവിച്ചുകൂടായൊന്നും ഇല്ലല്ലോ എന്നും തോന്നാം. ഞാൻ 2ാമത്തെ കാറ്റഗറിയിൽ പെടുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സിനിമ ഒരു OTT വാച്ചിന് ഒരു ഓക്കെ പടമായിരുന്നു. എന്നിരുന്നാലും കുറേ ത്രില്ലർ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചവറുകളെക്കാളുമൊക്കെ ഭേദപ്പെട്ട ഒരു സിനിമയാണ്. ഒരു തവണ കാണാവുന്ന ഒരു സിനിമയാണ് ഒരു നൊടി. എന്തരാ വരട്ടെ.